ഇന്ന് നമുക്ക് മൗനത്തെക്കുറിച്ച് ഒന്ന് വാചാലമായാലോ? എന്താണ് മൗനം? നിശബ്ദമായിരിക്കുന്ന അവസ്ഥയല്ലേ? അതാണ് നമ്മളൊക്കെ പറയുന്നത് മൗനം. പക്ഷേ അതായിരിക്കില്ല. എന്തായാലും മൗനമാണെങ്കിലും മനോമണ്ഡലത്തിൽ നമുക്ക് ചിന്തയായിരിക്കും അല്ലേ? എന്തിനെങ്കിലും കുറിച്ച് ചിന്തിക്കുമ്പോൾ, അഗാധമായി ചിന്തിക്കുമ്പോൾ നമ്മൾ മൗനമായിട്ടിരിക്കും അല്ലേ? പിന്നെ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ മുമ്പിലൊരാൾ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ നമ്മളെന്താണ് സാധാരണ ഇന്നത്തെ ആരും കേൾക്കില്ല, ഉടനെ തന്നെ പ്രതികരിക്കുന്ന സ്വഭാവമാണ്. മൗനം ദീക്ഷിക്കാൻ ഏറ്റവും എളുപ്പം മാർഗം വെച്ചാൽ മറ്റൊരാളെ കേട്ടുകൊണ്ടേയിരിക്കുക. അവരെന്തൊക്കെ പറയുന്നോ അതെല്ലാം നമ്മൾ കേൾക്കുക. ആ കേൾക്കുമ്പോൾ നമുക്ക് ഉള്ളിനകത്ത് വിക്ഷോഭങ്ങളുണ്ടാകും. ആ വിക്ഷോഭങ്ങളൊക്കെ ഒതുക്കാൻ പഠിക്കണം. നമ്മൾ ഒതുക്കുന്നു അല്ലേ? അത് ഒതുക്കാൻ പഠിക്കുമ്പോഴാണ് ഒരാൾക്ക് മൗനിയാവാൻ കഴിയുള്ളൂ. വിക്ഷോഭങ്ങളെ ഒതുക്കി അല്ലേ, സ്വനിയന്ത്രണത്തിൽ, അതും ഒരുതരം ഇതെല്ലാം മനോനിയന്ത്രണത്തിനുള്ള ഉപാധികളാണ്. ഈ മനോനിയന്ത്രണങ്ങൾ നമുക്ക് എന്ത് ഗുണം ചെയ്യും? മറ്റുള്ളവരോട് സൗമ്യമായി പെരുമാറാനും, മറ്റുള്ളവർക്ക് നമ്മളെ ബുദ്ധിമുട്ടില്ലാതെ ഉൾക്കൊള്ളാനും, നമ്മുടെ മാനസിക ശാരീരിക ആരോഗ്യത്തിനും ഒക്കെ നമുക്ക് ഈ മൗനം വളരെയധികം ഗുണം ചെയ്യും. എന്ന് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല. ചില മൗനങ്ങൾ ഉത്തരങ്ങളായിരിക്കും അല്ലേ? നമ്മളോടൊരാൾ കാര്യം ചോദിക്കുമ്പോൾ നമ്മുടെ മുഖവും മൗനവും എന്തായിരിക്കും? അതിന് കൊടുക്കുന്ന ഉത്തരമായിരിക്കും. അങ്ങനെ മനസ്സിലാക്കാനുള്ള സാഹചര്യങ്ങളും ഈ മൗനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ? ഞാൻ പറഞ്ഞത് അവൾക്ക് സമ്മതമാണെന്ന് തോന്നുന്നു ഇല്ലേ? ആ തോന്നൽ, അതും ഒരു മൗനത്തിലിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അഭിപ്രായമാണ്. അല്ലെങ്കിൽ മറ്റൊരാൾ മൗനത്തിലിരിക്കുമ്പോൾ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്ന അനുഭവമാണ്. അപ്പോൾ മൗനം വാചാലമാകും. എങ്ങനെയാണ്? ഇപ്പോൾ നമ്മൾ ഈശ്വരനോട് ചെന്ന് നമ്മൾ മുമ്പിൽ നിൽക്കുകയാണ്. ഭഗവാനോട് കണ്ണടച്ച് നിന്നിട്ട് ഭൗതികമായ ആവശ്യങ്ങളെക്കുറിച്ച് സാധാരണ ഒരു ഭക്തന് അവിടം വരെ എത്താനേ പറ്റുള്ളൂ. അപ്പം അതിന് മുകളിൽ ഉയരണമെങ്കിൽ എന്താവണം? അവൻ്റെ മനസ്സിൽ പ്രശ്നങ്ങൾ വേറെ ഉണ്ടാവണം. അപ്പം മാത്രമേ നമ്മൾ ഇതും വിട്ടിട്ട് ഭഗവാനോട് എന്താകത്തുള്ളൂ? ഫുൾ മൗനത്തിൽ ഭഗവാനേ എന്ന് മാത്രം ചിന്തിച്ച് നിൽക്കുന്ന അതൊരു വ്രതമാണ്. അത് വ്രതം പോലെയാണ്. അപ്പോൾ നമ്മൾ ഭൗതിക കാര്യങ്ങളെക്കുറിച്ച് ഭഗവാനോട് നമ്മൾ മൗനമായിട്ട് നിന്നുകൊണ്ട് ചോദിക്കും. അതിന് നമുക്ക് മൗനമെന്ന് പറയാൻ പറ്റില്ല. മൗനം എന്ന് പറയുമ്പോൾ നമ്മൾക്ക് നമ്മുടെ മനസ്സിനെ എല്ലാ തരത്തിലുള്ള വികാര വിക്ഷോഭങ്ങളിൽ നിന്നും പിടിച്ചു നിർത്താൻ ഉള്ള മനോനിയന്ത്രണം കൂടിയാണ് എന്താണ് ഈ മൗനം. നമ്മൾ മൗനവ്രതം ആചരിക്കാറുണ്ടല്ലേ? നമ്മൾ സാധാരണ മൗനവ്രതമൊന്നും അങ്ങനെ അരമണിക്കൂർ പോലും ആർക്കും ആചരിക്കാൻ ഈ കലികാലത്ത് കഴിയില്ല. പക്ഷേ സാധിക്കും. എങ്ങനെ? അത് നിരന്തരമായ പ്രാക്ടീസിലൂടെ. ഒരു ദിവസം ഞാൻ അരമണിക്കൂർ സംസാരിക്കില്ല എന്ന് നമ്മൾ വാശിയല്ല, സംസാരിക്കില്ല. അപ്പോൾ അതിന് നമ്മൾ എന്താവണം? സാഹചര്യം ഉണ്ടാക്കണം. നമ്മുടെ പണികളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഒരു അരമണിക്കൂർ നേരത്തേക്ക് വിളിക്കരുത് കേട്ടോ, മുമ്പേ പറയും. അതും അല്ലെങ്കിൽ നമ്മളൊരു പുസ്തകം എടുത്ത് അവിടെ എടുത്ത് വെച്ചേക്കണം. അടുത്ത് ആരെങ്കിലും നമ്മെ വിളിക്കാൻ വരുമ്പോൾ നമ്മളത് എഴുതി കാണിച്ചു കൊടുക്കുക. അതിന് കുഴപ്പമില്ല. എന്നിട്ട് നമ്മൾ മൗനം ഇരിക്കുക. അപ്പം അതിന് പോലും നമ്മൾ ശല്യം ചെയ്യാത്തൊരു അവസ്ഥയിൽ വേണം നമ്മൾ അരമണിക്കൂർ എടുത്തിരിക്കാൻ. അങ്ങനെ നമ്മൾ 2-3 ദിവസം ഇരിക്കുമ്പോൾ ഈ മൗനം തന്നെ നമുക്ക് എന്താക്കും? സാഹചര്യം ഉണ്ടാക്കിത്തരും. അത് മൗനത്തിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ്. നമ്മൾ എല്ലാം സാധകം, അതായത് നമ്മൾ സംഗീത സാധകം ചെയ്യില്ലേ, നമ്മൾ എന്തെങ്കിലും അഭിനയവും കലയും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളതൊക്കെ പ്രാക്ടീസിലൂടെ മാത്രമാണ് നമുക്കൊരു പെർഫെക്ഷൻ ഉണ്ടാവുള്ളൂ ഇല്ലേ? അതേപോലെ നമുക്ക് ഈ മൗനത്തെ പ്രാക്ടീസിലൂടെ തന്നെ നമുക്ക് എന്താക്കാം? പെർഫെക്ഷനാക്കി നമുക്ക് നല്ലൊരു ഒരു ധ്യാനാവസ്ഥയിൽക്കാലം ഉയർന്ന ഒരു തലത്തിൽ നമുക്ക് എത്താൻ കഴിയും. കാരണം മൗനം അത്രയ്ക്കും പവർഫുള്ളാണ് മൗനം. ഈ ലോകത്തെ മുഴുവൻ തിരിച്ചറിയാൻ, അല്ലെങ്കിൽ ലോക സത്യം മനസ്സിലാക്കാൻ ഒരു മനുഷ്യന് സാധിക്കുന്നത് സ്ഥിരമായ മൗനത്തിലൂടെയാണ്. മൗനത്തിലിരിക്കുമ്പോൾ ചിന്തകളിലൂടെയാണ്. വെറുതെ ഇരിക്കലല്ല മൗനം എന്ന് ഉദ്ദേശിക്കുന്നത്, ചുമ്മാ ഇരിക്കലല്ല. നമ്മുടെ മനസ്സിലുണ്ടാകുന്ന പല വികാരങ്ങൾ വന്ന് അടങ്ങി മാറി നമ്മൾ പിന്നെ നമ്മെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കും. പിന്നെ ആ മൗനം ആദ്യം നമ്മളെ പഠിപ്പിക്കുന്നത്
നമ്മളിലുള്ള കുറവുകൾ മനസ്സിലാക്കാൻ നോക്കുക നമ്മൾ. ആദ്യം നമ്മളെയാണ് ആ മൗനം തിരുത്തുന്നത്. അതിനുശേഷമാണ് നമ്മൾ മറ്റുള്ള ഇതിലേക്ക് നമ്മളെ മനസ്സ് പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മളെ അത് ശുദ്ധീകരിക്കും മൗനം. അപ്പോൾ അതിനുള്ള മാർഗ്ഗം എന്ന് പറയുന്നത് നമ്മൾ ഡെയിലി ആദ്യം ഒരു 10 മിനിറ്റ്, സാധാരണ വാചാലമാകുന്നവർക്ക് പറ്റില്ല മനസ്സിനെ അടക്കാൻ. ഏറ്റവും പറ്റാത്തൊരു സംഭവമാണ് മനസ്സിനെ അടക്കാൻ പറ്റാത്തത്. അതാണ് ഭഗവാൻ പറയുന്നത്, നമ്മുടെ മനസ്സിനെ നമ്മുടെ ഇഷ്ടത്തിന് വേണം വ്യതിചലിപ്പിക്കാൻ. മനസ്സിൻ്റെ ഇഷ്ടത്തിന് ഇട്ടാൽ നമുക്കൊരു മൗനവും എടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ എന്താവണം, മൗനത്തെ ആചരിക്കാൻ തുടങ്ങണം. ഏത് കാര്യത്തെയും നമ്മൾ ആചരിക്കാൻ തുടങ്ങുമ്പോഴാണ് അത് നമ്മോട് എന്താവുന്നത്, കണക്റ്റഡ് ആവാൻ തുടങ്ങുന്നത്. അപ്പോൾ ഒരാളെക്കുറിച്ച് നമ്മളെപ്പോഴും ചിന്തിക്കുകയാണ്, അവരോട് സംസാരിക്കുകയാണെങ്കിൽ പറയുമ്പോൾ അവരുടെ എല്ലാ കാര്യങ്ങളും നമുക്ക്, അവരുടെ പ്രശ്നങ്ങളെല്ലാം അവർ ഓരോന്നായിട്ട് ഇങ്ങോട്ട് തന്നെ പറയും, ഇല്ലേ? ഇപ്പം നമ്മളാണെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ട ഒരാൾ, നമുക്കൊരു സുഹൃത്തുണ്ട്. അപ്പോൾ ആ സുഹൃത്തിൻ്റെ അടുത്ത് നമ്മൾ ഇടപഴകിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു അത്യാവശ്യം വന്ന് ആദ്യം സുഹൃത്തിനോട് പറഞ്ഞു നോക്കാം, അല്ലേ? അല്ലെങ്കിൽ നമ്മുടെ ഒരു വിഷമം സുഹൃത്തിനോട് പറയാം. ഇങ്ങനെയുള്ള തലത്തിൽ ഈ ഇടപഴകലാണ് എല്ലാത്തിൻ്റെയും ഒരു അടിസ്ഥാനം. അതും ഏതൊന്നുമായിട്ടാണോ നമ്മൾ ഇടപഴകുന്നത്, ആ ഇടപഴകലാണ് നമ്മുടെ ഈ സാധൂകരിക്കുന്നത്, സാധ്യമാക്കി എടുക്കുന്നതിനുള്ള ഏറ്റവും എളുപ്പമായ വഴി. അപ്പം നമ്മൾ മൗനം പാലിക്കണം, മൗനം ആചരിക്കണം എന്ന് നമ്മുടെ മനസ്സിലാദ്യം ഉണ്ടാകണം. അതിനുശേഷം നമ്മൾ അതിനു വേണ്ടി ട്രൈ ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ദിവസത്തിലൊരു ഏറ്റവും ആദ്യമായി ചെയ്യുന്നവരെല്ലാം ഒരു 10 മിനിറ്റ് മൗനം ഇരുന്ന് നോക്കണം എങ്ങനെയാണെന്ന്. മൗനത്തിലിരിക്കുമ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ മനസ്സിൽ വരണമെന്ന് ചിന്തിക്കുക. അതിൽ വേണ്ടുന്നത് മാത്രം എടുക്കുക. അങ്ങനെ ആ മനസ്സ് നമ്മൾ മൗനത്തിലിരിക്കുമ്പോൾ വേണ്ടപ്പെട്ട മനസ്സെന്ന് പറയുന്നത് തലം ബുദ്ധിതലവുമായിട്ട് ബോധതലവുമായിട്ട് പ്രവർത്തിച്ചിരിക്കുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ നമ്മൾ മൗനമായിട്ട് ഇരിക്കുമ്പോഴാണ് അവിടെ ആ 3 സംഭവങ്ങൾ ചേർന്ന് പ്രവർത്തിക്കുന്നതിൻ്റെ മഹാത്മ്യം നമുക്കറിയാൻ കഴിയുകയുള്ളൂ. അവിടെ നിന്നാണ് നമുക്ക് ആ ബോധതലത്തിൻ്റെ അറിവ് കിട്ടാൻ തുടങ്ങുന്നത്. അതായത് ഏതൊന്നിനെയാണോ നമ്മൾ തേച്ച് വിളക്കി പോഷിപ്പിച്ചെടുക്കുമോ അതിന് തിളക്കം കൂടും, ഇല്ലേ? അപ്പോൾ അതുപോലെ നമ്മുടെ ഈ മനസ്സിന് നിയന്ത്രണം വയ്ക്കുമ്പോഴാണ് ബുദ്ധി പറയുന്നത് ശരിയും തെറ്റും മനസ്സ് മനസ്സിലാക്കുന്നത്. ആ ബുദ്ധിയിൽ എന്താണ് വരുന്നത്, ബോധം കൊടുക്കുന്ന ബോധതത്വം, ബോധമാകുന്നത് ഈശ്വര തത്വമാണ്. ആ ഭഗവാന്റേതായ എല്ലാ ഗുണങ്ങളുമാണ് നമ്മളെ ചേർത്ത് വച്ചിരിക്കുന്നത്. ആ ബോധതലം ബുദ്ധിക്ക് വഴി മനസ്സിലേക്ക് നമ്മളെ നിയന്ത്രണം വിധേയമായ മനസ്സിൽ വരുമ്പോഴാണ് നമുക്ക് ഈ മൗനത്തിൻ്റെ ഏറ്റവും വലിയ ഗുണം മനസ്സിലാകുന്നത്. ആ മനസ്സിലാകുന്നതിന് വേണ്ടി നമ്മൾ ഈ മൗനത്തെ ആചരിക്കണം. ആ ആചാരം ഒരു തരം ധ്യാനമാണ്. മനസ്സ് കൺട്രോളായാൽ മാത്രമേ നമുക്ക് ധ്യാനത്തിലേക്ക് പോകാൻ കഴിയുള്ളൂ. ആ ധ്യാനത്തിലൂടെ പോകുമ്പോഴാണ് നമുക്ക് സത്യാവസ്ഥകൾ, നമ്മുടെ അറിവെന്ന് പറയുന്ന ഭാഗത്തിന് ഉണർവുണ്ടാകുന്നത്. ഈ നേരായ അറിവ് തന്നെയാണ്, ജ്ഞാനം തന്നെയാണ് ഈശ്വരൻ എന്ന് മനസ്സിലാക്കുന്ന ഒരവസ്ഥ. അതിനാണ് നമുക്ക് ഈ മൗനത്തിന് ഇത്രയും പ്രാധാന്യം പറയുന്നത്. ഈ കലികാലത്തുള്ള കുട്ടികളിലോ അല്ലെങ്കിൽ കലികാലമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിലെ വികാര വിക്ഷോഭങ്ങളിൽ കിടക്കുന്നവർക്ക് ഒരിക്കലും നമുക്ക് അവരെ കൊണ്ടുവരാൻ ബുദ്ധിമുട്ട്. അപ്പം നമ്മൾ ധ്യാനത്തിനേക്കാൾ മുമ്പ് നമ്മൾ മൗനം അവലംബിക്കണം. ഏറ്റവും ധ്യാനത്തിന് ഗുണകരമായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് വസ്തുവാണ് മൗനം. അപ്പം മൗനം ആചരിച്ചാണ് നമ്മൾ ആ മനസ്സിനെ നിയന്ത്രണമാക്കി, ആ മനസ്സ് നിയന്ത്രണത്തിൽ നിൽക്കുമ്പോൾ മാത്രമേ ധ്യാനത്തിൽ നമുക്ക് ഏകീകരണം അല്ലെങ്കിൽ ഏകാഗ്രത എന്നുള്ള സമ്പ്രദായം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ഈ മൗനത്തിനെക്കുറിച്ച് ഇത്രയും വാചാലമായത് എന്നിലെ അറിവാണ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിൽ അപാകതകളുണ്ടാകാം, പൊരുത്തക്കേടുകളുണ്ടാകാം, ശരിയും തെറ്റുമുണ്ടാവാം. ഇതെല്ലാം നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് തീർച്ചയായും എന്നോട് കമൻറ്റ് ചെയ്യാം. എന്താണ് ഇതിലെ തെറ്റുകുറ്റങ്ങൾ കമൻറ്റ് ചെയ്യാം. നമ്മളെല്ലാവരും അറിവിൻ്റെ പാതയിലാണ്. നമ്മളാരും ഏകദേശമുള്ളവർ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാവും. എല്ലാവരുടെ മനസ്സിനും ഇപ്പം വേണ്ടത് ശാന്തിയാണ്. അത് കിട്ടാനുള്ള ഏക മാർഗം മൗനമാണ്. ആ മൗനം നമുക്ക് ഉറപ്പിക്കണമെങ്കിൽ അത് ആചരിക്കലാണ്. അത് ഒരു തരം സാധനയാണ്, സംഗീതം പോലെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഏത് കാര്യവും നമുക്ക് അറിയണമെന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നിത്യം അത് അഭ്യസിക്കണം. അപ്പോൾ പണ്ടൊരു ചൊല്ലുണ്ട്, പണ്ടല്ലാതിപ്പോഴും നിത്യാഭ്യാസി ആനയെ എടുക്കും, ഇല്ലേ? അപ്പം നിത്യമായിട്ടുള്ള, നമുക്ക് നിരന്തരമായിട്ടുള്ള, നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചു മാറ്റാൻ പറ്റാത്ത തലത്തിൽ വേണം ഏത് കാര്യത്തെ നമ്മൾ ഉൾക്കൊള്ളാൻ. ആ തലത്തിൽ ഉൾക്കൊള്ളുമ്പോൾ മാത്രമേ നമ്മളെ അത് സഹായിക്കുകയാണ്. നമ്മൾ വെറും ഒരു ബോഡിയാണ്, മനസ്സിലായില്ലേ? നമ്മുടെ ഉള്ളിൽ എന്താണ് ഇരിക്കണമെന്ന് നമ്മൾ അറിയുന്നില്ല. അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു തലത്തിലൂടെ എന്തെങ്കിലും അറിയാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന അറിവ് നമുക്ക് അറിവ് തന്നുകൊണ്ടിരിക്കും. അത് പൂർത്തീകരിക്കുമ്പോഴാണ് നമുക്ക് ശരിയായ ജ്ഞാനം ഉണ്ടാകുന്നത്. അപ്പം നമ്മളെല്ലാം പാതയിൽ നിൽക്കുകയാണ്.
സാഗരത്തിൻ്റെ മുമ്പിൽ ഒരു കുഞ്ഞ് കരഞ്ഞുകൊണ്ട് നിൽക്കുന്നില്ല, സംഗീതം പഠിക്കുന്ന ഒരു കുട്ടി, സംഗീതം പഠിക്കുന്ന കുട്ടി സാഗരത്തിൻ്റെ മുമ്പ് നിൽക്കുന്നു എന്നും യേശുദാസ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മളെല്ലാം പാതയിലാണ്. ആ അറിവിൻ്റെ സാഗരത്തിൻ്റെ മുമ്പിലൊരു കുഞ്ഞായിട്ട് നമ്മളെല്ലാവരും നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോവാനും അതറിയാനും ആഗ്രഹമുള്ളവർക്ക് നമുക്കിത് ഉപകരിക്കും. ഈ മൗനത്തിന് അത്രത്തോളം വിലയുണ്ട്. പിന്നെ ഒന്നുകൂടി പറയാം, ഞാൻ എപ്പോഴും കാര്യം പറയുമ്പോൾ ഈ പ്രേമം, സ്നേഹം എന്നതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാറുണ്ട്. കാരണം എല്ലാത്തിൻ്റെ അടിസ്ഥാനം പ്രേമമാണ്, എല്ലാത്തിൻ്റെ അടിസ്ഥാനം സ്നേഹമാണ്, എല്ലാത്തിൻ്റെ അടിസ്ഥാനം വാത്സല്യമാണ്, എല്ലാത്തിൻ്റെ അടിസ്ഥാനം കരുണയാണ്. ഈ കരുണയിൽ നിന്നും മാത്രമേ ഓരോന്നും ജനിക്കത്തുള്ളൂ. അല്ലാതെ പിന്നെ ദേഷ്യഭാവത്തിൽ നിന്നും ഒന്നും ജനിക്കുന്നില്ല, ഉള്ളത് നശിച്ചു പോകത്തേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇത്രയും വാചാലമായിപ്പോയി എന്ന് എനിക്കൊരു തോന്നലുണ്ട്. അത് നിങ്ങൾ ക്ഷമിച്ച് എനിക്ക് ഞാൻ ക്ഷമിക്കണം. അല്ല, വേറെ ഒന്നും എനിക്കിതിൽ പറയാനില്ല. പിന്നെ കൂടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഓരോ കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിട്ട് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുന്നു എന്നുള്ളതല്ലാതെ എനിക്കിതിൽ ശരിയായ വലിയ അറിവുണ്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത്. അതിൽ ശരിയും തെറ്റും ഉണ്ടാവാം. എല്ലാവരും ക്ഷമിച്ച് എന്നോട് സഹകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈ മോട്ടിവേഷൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.